പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിലാട്ടോ. സമയം രാവിലെ 11:30 കഴിഞ്ഞു, 11:40 കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നേ പാലക്കാട് നിന്നാട്ടോ. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വന്നേ, പൊള്ളാച്ചിയിൽ നിന്ന് നേരെ ഉദുമൽപേട്ടയ്ക്ക് വന്നായിരുന്നു. ഈ പൊള്ളാച്ചിയിൽ നിന്ന് ഉദുമൽപേട്ടയ്ക്കൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട്. അങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഉദുമൽപേട്ടയ്ക്ക് ഒന്ന് കറങ്ങി കാണാനാട്ടോ. നമ്മൾ ഈ ഒരു റൂട്ട് ഒരുപാട് പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും, അതായത് പഴനിയിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദുമൽപേട്ടയ്ക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, അതാ ഈ ഒരു വഴി കാണാം. നമുക്ക് ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് മെയിൻ റോഡ് കാണാം കേട്ടോ. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു സൈഡിൽ ചെറിയൊരു മാർക്കറ്റിൻ്റെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല കേട്ടോ, മാർക്കറ്റൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളിതാ മെയിൻ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് കുറച്ച് കച്ചവടങ്ങളൊക്കെ കാണാം. ആ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ ഉള്ളിയൊക്കെ കച്ചവടം ചെയ്യുന്ന വണ്ടികളാട്ടത്. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉള്ളി കാണാം. അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ കടകളും ഇഷ്ടം പോലെ കടകൾ കാണാം ഈ ഒരു ഭാഗത്ത്. അതുപോലെ അവിടെ ചെടികളൊക്കെ വെക്കുന്ന കട ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടല്ലേ, പലതരം ചെടികൾ. ഈ ഒരു വഴി അങ്ങനെ നീളത്തിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്നൊരു ഞായറാഴ്ച കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട് മാർക്കറ്റിലൊക്കെ. നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് കാണാം കേട്ടോ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും കച്ചവടമാണ്. ഇതാ ആ ഒരു സൈഡിലേക്കും കാണാം ഇറച്ചിയും മീനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ പലതരം കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തക്കാളി അതുപോലത്തെ ഐറ്റംസൊക്കെ ഇതാ ഇവിടെ കാണാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു തട്ടുകളിലൊക്കെ ആയിട്ട് വയ്ക്കുന്ന ഇതാ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് തക്കാളി കാണാം. അങ്ങനെ ഒരുപാട് കച്ചവടം കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിതിലെ കുറച്ചങ്ങോട്ട് നീളത്തിൽ നടന്നു നോക്കാം. ഇഷ്ടം പോലെ വഴികളാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ, വെജിറ്റബിൾസൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം. നമുക്ക് ഷീറ്റൊക്കെ കെട്ടിയിട്ട് അതിന് താഴെ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട്. അവിടെ കാണാം നമുക്ക്. ഇതങ്ങനെ നീളത്തിൽ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഇത് കണ്ടോ സവാള 3 കിലോ 100 ആട്ടോ. ഇത് അങ്ങനെ പല പല റേറ്റിൽ ഇവിടെ കാണാം നമുക്ക്. ഇവിടെ ചാക്കൊക്കെ മറിഞ്ഞ് കിടക്കുന്നത്. ഇതുപോലെ അങ്ങേ അറ്റം വരെ കാണാം കേട്ടോ. ഒരുപാടുണ്ട്. ഇതാ ആ ഒരു സൈഡിലേക്കും കാണാം. അപ്പോഴത്തേക്ക് ഇതാ തക്കാളി, കിഴങ്ങ് അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന വേറൊരു കട. ഒരു കടയില്ല കേട്ടോ, ഒരുപാടുണ്ട്. അതിലൊരു കട ഇതുണ്ടല്ലേ, ചെറിയ ഉള്ളി, സവാള അതുപോലത്തെ ഐറ്റംസൊക്കെ. ഇവിടെ ഇതാ ബൈക്കേൽ കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ വിൽക്കുന്ന കട കേട്ടോ. മുറുക്ക്, കടല അതുപോലത്തെ ഐറ്റംസൊക്കെ ഇതാ ഇവിടെ കാണാം നമുക്ക്. ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കാണാം കേട്ടോ നമുക്ക് വെജിറ്റബിൾസിൻ്റെ കടകൾ. ഇതിലൊക്കെ ഇഷ്ടം പോലെ കാണാം. അതുപോലെ ഇവിടെ ഇതാ ഉന്തുവണ്ടിയിൽ പഴങ്ങളൊക്കെ വിൽക്കുന്നുണ്ടല്ലേ, വാഴപ്പഴം, പലതരം വാഴപ്പഴങ്ങൾ ഇതാ ഇവിടെ ഇട്ട് വിൽക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ഇതിനകത്തേക്ക് മാർക്കറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനുള്ളിലേക്ക് കാണാം നമുക്കൊരു വഴി. ഈ ഒരു വഴി ജസ്റ്റ് കയറി നോക്കാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ടൊക്കെ നമുക്ക് പലതരം കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ. പരിപ്പ് അതുപോലത്തെ ഐറ്റംസൊക്കെ, പരിപ്പ്, കടല, ഓയിൽ അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളാട്ടത്. ഇതവിടെ ഉണ്ട്. പരിപ്പൊക്കെ ഉണ്ടല്ലോ കവറിൽ കെട്ടി വെച്ചേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക്. അതുപോലെ ഇതിനകത്തേക്കൊരു വഴിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വഴി കയറിയിട്ട് വരാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റ് കേട്ടോ. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിതാ കയറി വരുന്ന വഴിക്ക് തന്നെ ഇതേപോലത്തെ നാരങ്ങയുടെ ഒക്കെ കച്ചവടങ്ങളൊക്കെ കാണാം. ഇതുണ്ടല്ലേ കൊട്ടകളിലൊക്കെ വെച്ചേക്കുന്നത്. ഇതിനിടയിലോട്ട് അങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം. ഇതാ ഇങ്ങോട്ടും കാണാം കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് വരാം. ഇതാ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് മല്ലിയില, പുതിനയില അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ പച്ചക്കറികൾ. ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതുപോലെ ഇതാ ഇങ്ങോട്ട് നീളത്തിൽ വഴി കിടക്കുന്ന കാണാം കേട്ടോ നമുക്ക്. അതായിട്ട് ഇതാ ഉള്ളി വിൽക്കാനായിട്ട് മാത്രം ഒരു കട കേട്ടോ. ഇതെവിടെയായിട്ട് നമുക്ക് കാണാം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പലതരം ഉള്ളികൾ ഇതിനകത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം നമുക്ക്. അതുപോലെ ഇതാ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ ഉള്ളിക്ക് മാത്രമായിട്ടൊരു കട. ഈ ഒരു ഭാഗത്തുള്ള കടകളൊക്കെ ഉണ്ടല്ലോ കുറച്ച് പഴയ മോഡൽ കടകളാട്ടോ. ഈ പലകൊക്കെ വെച്ചേക്കുന്ന കടകൾ, അങ്ങനത്തെ കടകളാണ് ഈ ഒരു സൈഡിലുള്ളതൊക്കെ. അതുപോലെ നമുക്ക് മുന്നിലേക്ക് വഴിയാണ് കേട്ടോ. അതിൽ അങ്ങോട്ടും ആ ഒരു സൈഡിലേക്കൊക്കെ വഴി കാണാം. നമുക്ക് എന്തായാലും അതിലൊക്കെ കറങ്ങി നോക്കാം കേട്ടോ. ഇതവിടെ ഒരു കുഞ്ഞ് ചായക്കട ഈ ഒരു ഭാഗത്ത്. ഇതാ ഈ ഒരു സൈഡിലേക്ക് കറിവേപ്പില മാത്രം വിൽക്കാനായിട്ടുള്ളൊരു കട കേട്ടോ. ഇത് ഇവിടെ വന്നിട്ട് മറ്റ് കടക്കാർക്ക് വാങ്ങാനുള്ളതെന്ന് തോന്നുന്നു. ഇതെവിടെയായിട്ട് കച്ചവടം കഴിഞ്ഞാട്ടോ ഈ ഒരു ഭാഗമൊക്കെ. അതുപോലെ ഇതാ ഇങ്ങോട്ട് കാണാം നമുക്ക് തൂക്കി കൊടുക്കാനായിട്ടുള്ള ത്രാസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കാണാം കേട്ടോ. കറിവേപ്പിലേക്ക് മാത്രമായിട്ടുള്ള കടയാട്ടത്. വേറെ ഒരു സാധനവും ഇവിടെ ഇല്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞായറാഴ്ച കേട്ടോ. പക്ഷേ ഇത് ഒരു തിങ്കളാഴ്ച ചന്തയാണ് ഇന്ന്. പക്ഷേ ഇന്നിവിടെ കൂടുതൽ വരുന്നത് ഭായിമാരാട്ടോ. നമ്മളിവിടെ ഹിന്ദിക്കാരൊക്കെ കാണാമെന്ന് പറയുമ്പം
ഹിന്ദിക്കാരാണെന്നോ അവിടെ ചോദിക്കുന്നത്. ഹിന്ദിക്കാരവിടെ കാര്യമായിട്ട് പിടുത്തല്ലെന്ന് തോന്നുന്നു. അപ്പം ഹിന്ദിക്കാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ കുറച്ചധികം കച്ചവടം കാണാം. അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലൊക്കെ ആയിട്ട് എടുക്കുന്ന ഭാഗങ്ങളാണെന്ന് തോന്നുന്നത്. ഇവിടെ ആയിട്ട് കാണാം. വണ്ടികളിലൊക്കെ ലോഡ് കയറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലേ, പല പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരിക്കണം. ഇതിവിടെ കാണാം നമുക്ക്. അതുപോലെ ഈ ഒരു സൈഡിലേക്കും കാണാം. ഇത് തിങ്കളാഴ്ച ചന്ത കേട്ടോ ശരിക്കും. ഇതവിടെ മത്തങ്ങയൊക്കെ ചാക്കിലാക്കി വെച്ചേക്കുന്നത്. അതുപോലെ തക്കാളിയൊക്കെ ഇങ്ങോട്ട് പെട്ടിയിലാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതുണ്ടല്ലേ, പെട്ടിയിലാക്കി തക്കാളി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടിക്ക് 400 രൂപ കേട്ടോ വില തക്കാളി ഈ ഒരു ഭാഗത്തേക്ക്. അതുപോലെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉള്ളിയൊക്കെ കാണാം. നമുക്ക് സവാള, ചെറിയ സവാള കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കടകൾ. ആ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ. നമുക്ക് മത്തങ്ങയൊക്കെ ചാക്കിലാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഈ വണ്ടിയിലോട്ട് കയറ്റാനുള്ള കേട്ടോ. ഇത് ഏതോ ഒരു സൈഡിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം. ഒരുപാടുണ്ട് കേട്ടോ അങ്ങോട്ട്. നമ്മളിതാ ആ ഒരു വഴിയിൽ നിന്ന് വേറൊരു ഭാഗത്തേക്ക് കയറി കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ ഉള്ളിക്കടകളൊക്കെ കാണാം കേട്ടോ. ഉള്ളി കച്ചവടം ചെയ്യുന്ന വലിയ വലിയ കടകൾ. അതുപോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതാ ഇതിലിങ്ങനെ ഒരു വഴിയൊക്കെ കാണാം. ഇതിലിങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്തേക്ക് പോകാൻ പറ്റും നോക്കാം കേട്ടോ. ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതുണ്ടല്ലേ. അതുപോലെ ഈ ഒരു വഴി ഇവിടെ എൻഡാണെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോകാം കേട്ടോ. എല്ലാവർക്കും ഏതാ നാട് നട്ടാ അറിയേണ്ടത്. നമ്മൾ കേരളമാണെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. അല്ല നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഇവരുടെ അവസ്ഥ എന്നറിയില്ല കേട്ടോ. നോർത്ത് ഇന്ത്യൻസിനോട് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ക്യാമറയൊക്കെ കൈ കാണുമ്പോഴാണ് ഇവർക്ക് പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി മറ്റൊരു വഴി തന്നെ പോകാം. നമ്മളങ്ങനെ ആ ഒരു മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉന്തുവണ്ടികളിലായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ കാണാം. ഇങ്ങോട്ട് ഇതുണ്ടല്ലേ, ഒരു ഭാഗത്തേക്കൊക്കെ കാണാം. അങ്ങോട്ട് വാഴപ്പഴം, അതുപോലെ വാഴയുടെ ഇലയൊക്കെ ഇതവിടെ ലോഡ് കയറ്റുന്നത് കാണാം കേട്ടോ. വാഴയുടെ ഇല മാത്രമല്ല കേട്ടോ, വാഴ കൊലയുണ്ട്. അതിൻ്റെ മുകളിൽ ഇലയും വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് വാഴപ്പഴങ്ങളൊക്കെ കാണാം കേട്ടോ. ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിലിങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. നമ്മൾ ഏകദേശം നമ്മുടെ ഉദുമൽപേട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടോ. ആ ഒരു ഭാഗത്താണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. ഇതെവിടെയൊക്കെ ആയിട്ട് നമുക്ക് പൂക്കളൊക്കെ കാണാം കേട്ടോ. ഇങ്ങോട്ട് ഇതുണ്ടല്ലേ പൂക്കളൊക്കെ കച്ചവടം ചെയ്യുന്നു. ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ മൺചരാതുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ചട്ടികളൊക്കെ കാണാം കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇവിടെ ആയിട്ട് കോലിടുന്ന പൊടിയൊക്കെ കാണാം. ഇതുണ്ടല്ലേ നല്ല കളർഫുൾ പൊടികൾ പാക്കറ്റാക്കി എന്നൊക്കെ അതാ ഒരു സൈഡിലുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങോട്ടും കാണാം നമുക്ക് നല്ല കളർഫുൾ പൊടികൾ. ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളിലും. ഇതിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇതാ ഈ ഒരു സൈഡിലും ഇഷ്ടം പോലെ കാണാം കേട്ടോ നമുക്ക് നല്ല കളർഫുൾ പൊടികൾ. അതുപോലെ ഈ ഒരു ഭാഗത്ത് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ. പാക്കറ്റിൽ വരുന്നതിന് 10 രൂപ 20 രൂപയൊക്കെ കേട്ടോ. അതുപോലെ ഇവിടെ ഈ പാത്രത്തിൽ വരുന്നതിന് 30 രൂപ അങ്ങനെയൊക്കെ കേട്ടോ ഇവിടുത്തെ റേറ്റുകൾ. ആ ഒരു സൈഡിലും കാണാം നമുക്ക്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് ചട്ടികൾ, കുഞ്ഞു കുഞ്ഞു ചട്ടികളും അതുപോലെ മൺചരാതുകളൊക്കെ ആയിട്ട് അതുപോലെ കറിച്ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കറിച്ചട്ടികളൊക്കെ കാണാം. നല്ല മീൻകറിയൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചട്ടികൾ ഈ ഒരു സൈഡിൽ. അതുപോലെ നമ്മളെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്തും നമുക്ക് തമിഴ് ലോറികളുടെ മുമ്പിലൊക്കെ കാണാം കേട്ടോ അതുപോലത്തെ ഐറ്റംസ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതാ ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ പറ്റും. ഈ ഒരു ഫുട്പാത്ത് മൊത്തം കച്ചവടം കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു മൺചരാതുകൾ ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ പൊടികളൊക്കെ ഇവിടെയും കാണാം കേട്ടോ നമുക്ക്. ഇത് അടിപൊളിയാട്ടോ ഇങ്ങനെ കാണാൻ. അതുപോലെ ഈ സൈഡിലേക്ക് ബെഡ്ഷീറ്റോ കമ്പിളിയോ പുതപ്പോ അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്നത് കേട്ടോ. ഈ മൂന്നാറിലേക്കൊക്കെ പോകുന്നവർ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ പോകാം. അതുപോലെ പിള്ളേരുടെയൊക്കെ തലയിൽ വെക്കാൻ പറ്റുന്ന തൊപ്പി അതുപോലത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക്. തണുപ്പിനൊക്കെ ചെവി മൂടുന്ന സാധനം തോന്നുന്നു. ഇതവിടെയായിട്ട് അത് തന്നെ കേട്ടോ, അതും കാണാം നമുക്ക്. അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് 2 ബീരങ്കികളൊക്കെ കാണാം. ഇതവിടെയായിട്ട് കേട്ടോ. ഒരു ഭാഗത്തായിട്ട് നമുക്കിതാ 2 ബീരങ്കികളും അതിന് പുറകിലേക്ക് നമുക്കിതാ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ കാണാം കേട്ടോ. അവിടെയായിട്ട് ഒരു ബീരങ്കി, അതുപോലെ ഇന്ത്യയുടെ ഫ്ലാഗ് ആ ഒരു ഭാഗത്ത്. അതിന് പുറകിലേക്ക് നമുക്കിതാ അശോകസ്തംഭം, അതിൻ്റെ മുകളിലുള്ള സിംഹത്തിൻ്റെ ആ ഒരു മുദ്രയൊക്കെ കാണാം കേട്ടോ. ഇത് ഉദുമൽപേട്ടയിലെ 2 സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് കേട്ടോ. അവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ് ഒരു സ്മാരകം കേട്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തമിഴ്നാടിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയൊക്കെ ആ ഒരു മഹിമ വിളിച്ചോതുന്ന ജല്ലിക്കെട്ടിൻ്റെ ഒരു രൂപം ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഒരു കാളയുടെ രൂപം, അതിന് ചുറ്റിലായിട്ട് 4 മനുഷ്യന്മാരുടെ രൂപമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക്. അടിപൊളിയായിട്ട് കാണാൻ നല്ല ഗോൾഡൻ കളറിൽ. അതിന് പുറകിലേക്കാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്.
നമുക്കെന്തായാലും ആ ഒരു സൈഡിലേക്ക് പോകട്ടെ. ഇനി നമ്മളങ്ങനെ നടന്നതാ ഉദുമൽപേട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിട്ടോ. നമുക്കിതാ ഇവിടെ ആയിട്ട് 2-3 ബസ്സുകളൊക്കെ കിടക്കുന്നതാണ്. ആ ഒരു സൈഡിലേക്കൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് നിൽക്കുക കേട്ടോ. അതുപോലെ ദാ ഈ ഒരു സൈഡിലേക്കും വഴിയാണ്. അതുപോലെ ദാ ഇങ്ങോട്ടേക്കും വഴിയാട്ടോ. ഈ ഒരു റൗണ്ട് അബൌട്ടിനടുത്താണ് ഈ ഒരു ജല്ലിക്കെട്ടിന് രൂപമൊക്കെ വരുന്നത്. അവിടെയായിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് കയറി നോക്കാം. സ്റ്റാൻഡിനകത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ചോളമൊക്കെ പുഴുങ്ങി കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് നമുക്ക് ഇതുപോലത്തെ കച്ചവടങ്ങൾ കാണാം. അതുപോലെ അങ്ങോട്ട് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. ഇതാ ഈ ഒരു സൈഡിലേക്കൊക്കെ ബസ്സുകൾ കിടക്കുന്നതാണ് കേട്ടോ. നമുക്ക് ടൗൺ ബസ്സുകളും അല്ലാത്ത ബസ്സുകളും പഴനി, പൊള്ളാച്ചി ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇതാ ഇതിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ബസ് കയറി വരുന്നത് ഇതിലേക്കാട്ടോ. ബസ് കയറി വരുന്നത് നമ്മളിതാ സ്റ്റാൻഡിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എത്തിയേക്ക് കേട്ടോ. ഇതാ കുറേ മുന്നിലേക്ക് എത്തി നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം എൻഡിലാട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് റോഡ് കാണാം. അതുപോലെ നമുക്ക് ഈ തമിഴ്നാട്ടിൽ മാത്രം കാണുന്നത് കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് ഓട്ടോകൾ ഇതുണ്ടല്ലേ. ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ നമുക്ക് ഓട്ടോ കാണാം. ഒന്നെങ്കിൽ ബസ് സ്റ്റാൻഡ് പുറത്തായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഓട്ടോകളൊക്കെ കാണാം. അതുപോലെ ആ ഒരു സൈഡിലായിട്ടൊരു കോവിൽ കാണാം കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെയായിട്ട് നമുക്കൊരു കുഞ്ഞു കോവിലൊക്കെ കാണാം, ഒരു ഗോപുരമൊക്കെ ആയിട്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ ക്ഷേത്രം കാണാം കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് ക്ഷേത്രം കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് ഇതാ ഒരു തേര് കാണാം കേട്ടോ. നമുക്ക് ഒരു രഥം ഇതെവിടെ ആയിട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഇതിനകത്തെ രഥം കാണാം കേട്ടോ. അതിനോട് ചേർന്നതാ ഈ ഒരു സൈഡിലേക്ക് ഒരു വഴി, അതിന് റൈറ്റ് സൈഡിലായിട്ട് ഇതാ ക്ഷേത്രവും കാണാം കേട്ടോ. അത്യാവശ്യം വലിയൊരു ക്ഷേത്രം കേട്ടോ. മാരിയമ്മൻ കോവിൽ നമ്മുടെ ഉദുമൽപേട്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാട്ടോ ഇത് വരുന്നത് ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂവും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാം. ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് പൂമാലയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് കാണാം. അതുപോലെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം നമുക്ക് കച്ചവടം ചെയ്യുന്ന കടകൾ കേട്ടോ. ഇതുണ്ടല്ലേ ഈ ഒരു സൈഡിലേക്ക്. അതുപോലെ ഇവിടെയാണ് മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത് ക്ഷേത്രത്തിൻ്റെ. ഈ ഒരു ഭാഗത്താട്ടോ കോവിലിൻ്റെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടത്. ആ ഡോറിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ദേവതമാരുടെ 2 ശില്പങ്ങളൊക്കെ കാണാം. ആ ഒരു ഭാഗത്ത് അവിടെയായിട്ട് കാണാം കേട്ടോ. അതിന് മുമ്പിലായിട്ട് ഒരാളൊക്കെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഡോറാട്ടോ. വലിയൊരു ഡോറാണ്, മരത്തിൻ്റെ ഡോറ്. ഈ സൈഡിലേക്ക് നമുക്ക് മതിലൊക്കെ കാണാം കേട്ടോ. ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ ചുറ്റി അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പാങ്ങളൊക്കെ കാണാം കേട്ടോ. അതുപോലെ നമുക്കിതാ ഇവിടെയായിട്ട് ഒരു കുരു പോലത്തെ ഒരു സാധനം വിൽക്കുന്നുണ്ടല്ലേ. എന്തോ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട സാധനം കേട്ടോ. ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതവിടെയായിട്ട് കാണാം കേട്ടോ. ഇത് നമ്മുടെ കുരുമുളകിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി സൈസുള്ള, നെല്ലിക്കേനെക്കാട്ടിലൊക്കെ കുറച്ച് സൈസ് കുറവുള്ളൊരു സാധനം കേട്ടോ. ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ക്ഷേത്രം മാരിയമ്മൻ കോവിൽ. അതുപോലെ ആ ഒരു സൈഡിലും മറ്റൊരു കോവിലുണ്ട്. നമുക്ക് ഇതും കൂടെ കണ്ടിട്ട് വരാം. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട കടകളൊന്നും ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ. ഹോട്ടലോ കാര്യങ്ങളോ അങ്ങനത്തെ കടകളൊക്കെ കുറേ കുറവാട്ടന്നേ. ഇതുണ്ടല്ലോ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അരികെ പിടിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെയായിട്ട് നമുക്ക് വേറൊരു ഗോപുരം കാണാം കേട്ടോ. ആ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇവിടെ കടകളുടെയും അതുപോലെ വീടുകളുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഓല മേഞ്ഞ ഇതുപോലത്തെ ഷെഡുകളൊക്കെ കാണാം കേട്ടോ. ഇതുണ്ടല്ലോ ഷെഡ് നല്ല തണുപ്പാണ്. ഒരു മിൽമ ബൂത്തോ പാൽ സൊസൈറ്റി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലത്തെ ഷെഡുകളൊക്കെ കാണാം കേട്ടോ. നമുക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗോപുരത്തിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം. ഈ ഭാഗത്തായിട്ട് നമുക്കിത് ആ ഒരു ഗോപുരം കാണാം കേട്ടോ. ഇത് ഉദുമൽപേട്ടയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കേട്ടോ, തിരുമൂർത്തി ക്ഷേത്രം. അതിൻ്റെ പ്രധാന ഗോപുരമാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ ഒരുപാട് ഹൈന്ദവ ദൈവങ്ങളെയും അതുപോലെ പുരാണത്തിലെ ഒരുപാട് സംഭവങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ശില്പങ്ങൾ ആ ഒരു സൈഡിലായിട്ട്. ഇതൊരു ചെറിയ ജംഗ്ഷൻ പോലെ കേട്ടത്. ഇത് കണ്ടല്ലേ, ആ സൈഡിലേക്ക് നമുക്ക് വേറൊരു കവാടം കാണാം, ചെറിയൊരു ഗേറ്റ്. അടിപൊളിയായിട്ട് കാണാൻ. അതുപോലെ നമ്മൾ ഈ വരുന്ന വഴിക്കുണ്ടല്ലോ, ഇവിടെയായിട്ട് നമുക്കിതാ മറ്റൊരു ഗോപുരം അതുപോലെ ഒരു എൻട്രൻസ് ഒക്കെ കാണാം കേട്ടോ അവിടെ ആ ഒരു സൈഡിലായിട്ടും. എന്തായാലും ഇത് കാണാൻ അടിപൊളി കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ക്ഷേത്രം കേട്ടോ. ഇത് അതിന് സൈഡിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളൊക്കെ കാണാം. നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ ഒരു കോവിൽ സ്ട്രീറ്റ് ആട്ടോ. ഇതവിടെയായിട്ട് നമുക്ക് KP കോവിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം. ഇതുണ്ടല്ലോ ഈ ഒരു സൈഡിലേക്കും. അതുപോലെ നമുക്ക് അവിടെയായിട്ട് ഗോപുരത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതാണ് കേട്ടോ. നീല ഷീറ്റ് വെച്ച് മൂടിയേക്കുന്നത്. മൊത്തത്തിലൊരു അഗ്രഹാര ഫീൽ കേട്ടോ ഇവിടെ. അവിടെയായിട്ട് നമുക്ക് വേറെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ കാണാം. അതുപോലെ അവിടെയായിട്ട് ഒരു ഗോൾഡൻ കളറിൽ മറ്റൊരു ടെമ്പിളിൻ്റെ ഒരു ഗോപുരമൊക്കെ അങ്ങോട്ട് കാണാം കേട്ടോ. നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്നത് കേട്ടോ. എന്തായാലും ഇതൊരു കോവിൽ സ്ട്രീറ്റാണ്. നമുക്കിതാ ഇതിലെങ്ങനെ വഴി കാണാം കേട്ടോ അങ്ങോട്ട്. ഈ ഒരു ഭാഗത്തെ ബിൽഡിങ്ങുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് പഴയ മോഡൽ ബിൽഡിങ്ങുകൾ ഇതുണ്ടല്ലേ. അതുപോലെ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം. അടിപൊളിയായിട്ട് കാണാൻ. ഉള്ളിലേക്ക് വഴിയൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട്. ഈ ഒരു സൈഡിലേക്ക്
നമ്മളങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതാ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തി. അവിടെ നമുക്ക് ആ മെയിൻ റോഡ് കാണാം കേട്ടോ. ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ. എന്താ നമ്മൾ നേരത്തെ കണ്ട ഒരു ഗോപുരമാട്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് തന്നെ പോകാം. നമ്മൾ നേരത്തെ കണ്ട കടകളാട്ടത്. ഇതെവിടെയൊക്കെ ആയിട്ട് നമുക്ക് കടകൾ കാണാം. അപ്പോൾ നമുക്കിതിലെങ്ങനെ ഇറങ്ങി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. സമയം 12:30 കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ബോഡിപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ. ബോഡിപ്പട്ടി അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉദുമൽപേട്ടയിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.